അലുവ അതുലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ചവറ സ്വദേശി അൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതിനാൽ പ്രദേശത്ത് ജാഗ്രത തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ഗുണ്ടാ നീക്കം കണക്കിലെടുത്ത് റോഡുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എ വി ജയശങ്കർ, അന്ന് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതേപോലെ ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ അലുവ അതുലിനെ ഇതേപോലെ വെട്ടിക്കൊള്ളുന്നൊരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അയാൾ അങ്ങനെ മരിക്കേണ്ടയാളാണോ എന്നുള്ളത് മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു പ്രതിയെ കൂടി പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ഈദ്. ചെറിയ പെരുന്നാൾ ആശംസകൾ ഡോക്ടർ അരുൺ. എന്തായാലും ഈ പെരുന്നാൾ ദിനത്തിലും പോലീസ് സംവിധാനമൊക്കെ വളരെയധികം ശക്തമാണ്. കരുനാഗപ്പള്ളി മേഖലയിലൊക്കെ വലിയ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പോലീസ് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അലുവ അതുലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചവറ സ്വദേശി അൻഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായാണ് ഇയാളെ പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ പോലീസ് 10 പ്രതികളെ പിടികൂടിയിരുന്നു. കൂടുതൽ പേർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അതിനിടയിലാണ് അൻഷാദ് എന്ന ചവറ സ്വദേശിയെ പോലീസ് ഇപ്പോൾ എന്തായാലും നിലവിൽ പിടികൂടിയിരിക്കുന്നത്. പ്രദേശത്ത് എന്തായാലും ജാഗ്രത ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലത്തെയും ആലപ്പുഴയിലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായി ഈ 2 ജില്ലകളിലെയും അല്ലെങ്കിൽ ഈ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലൊക്കെയുള്ള ഗുണ്ടാ സംഘങ്ങളുടെ എണ്ണം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ റോഡുകളിൽ ഉൾപ്പെടെ ഗുണ്ടകളുടെ നീക്കങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റൊക്കെ കൂടുമ്പോൾ പോലീസിന്റെ സർവൈലൻസ് പല റോഡുകളിലും ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ എന്നാൽ നിരീക്ഷണം നടക്കുന്ന രീതിയിലാണ് പോലീസിന്റെ സർവൈലൻസ്. അതുപോലെ തന്നെ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഗുണ്ടകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകളൊക്കെ തന്നെ 7 മണിക്കുള്ളിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അപകീർത്തിപരമായ പ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രകോപനപരമായ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ പോലീസ് കൃത്യമായി കേസെടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായി ആക്ട് ചെയ്യുന്നു. സമാധാനം പുലർത്താനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തൊക്കെ തന്നെ ഗുണ്ടകളുടെയൊക്കെ വീടുകളുടെ മുമ്പിലൂടെ പോലീസിന്റെ റൂട്ട് മാർച്ചൊക്കെ നടത്തിയിരുന്നു. ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള റൂട്ട് മാർച്ചാണ്. പക്ഷേ ഇവിടെ കൃത്യമായ മെസ്സേജാണ്. ഇവിടെ സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അധികം കളിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. ഡോക്ടർ, അധികം കളിക്കരുത് എന്നാണ് പോലീസ് നിർദ്ദേശം നൽകുന്നത്. ഈ ജാഗ്രതയൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുതനെ ഇങ്ങനെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു.